ഭാരതത്തിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിക്ക് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം. ഔദ്യോഗിക കൂടിക്കാഴ്ചകളും ഉന്നതതല ചർച്ചകളും ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ന് കൂടിക്കാഴ്ചയുണ്ട്. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖത്തർ അമീറിൻ്റെ സന്ദർശനം ഇന്ത്യ ഖത്തർ പങ്കാളിത്ത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചത്. ഭാരതത്തിലെത്തിയ ഖത്തർ അമീറിന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസഫും ചേരും. ആദ്യം ഗൗതം അനന്തനാരായണനിലേക്ക്. ഗൗതം, ഇന്നലത്തെ ആ സ്വീകരണം അതെത്രമാത്രം ഊഷ്മളമായിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തും, രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ഇന്നലെ വൈകുന്നേരമാണ് ഖത്തർ അമീർ ന്യൂഡൽഹിയിൽ ലാൻഡ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് നൽകി. പ്രോട്ടോക്കോളെല്ലാം മാറ്റിവെച്ച് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തി എന്നതാണ് വളരെ ശ്രദ്ധേയമായത്. ഖത്തർ അമീർ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്നലെ രാത്രിയോടുകൂടി രാജ്യ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇന്നും നാളെയുമാണ് ന്യൂഡൽഹിയിൽ ഉണ്ടാകുക. ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായ ചടങ്ങുകൾ നടക്കും. അവിടെ ഖത്തർ അമീറിന് ഭാരതത്തിൻ്റെ സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ ഉണ്ടാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായുള്ള ചർച്ച, ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ നടത്തും. കൂടാതെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായികൾ, ഇവരെല്ലാം ഖത്തർ അമീർ കാണുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭാരതവും ഖത്തറും തമ്മിലുള്ള ബന്ധം, വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തുമൊക്കെയുള്ള സൗഹൃദം, അത് നയതന്ത്ര തലത്തിൽ കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഖത്തർ അമീറിൻ്റെ 2 ദിവസത്തെ ഭാരത സന്ദർശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഊഷ്മളമായ വരവേൽപ്പ് രാജ്യം നൽകി. ഇന്നിനെയും ഏറ്റവും ശ്രദ്ധേയമാകുന്നത് രാഷ്ട്രപതി ഭവൻ നൽകാൻ പോകുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിനുശേഷമാണ് പിന്നീട് നയതന്ത്ര തലത്തിലുള്ള കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ നടത്തുക. കൃഷ്ണരാജ്. എസ് ഗൗതം തുടരുക. ഐസൻ ജോസും ചേരുന്നു. ഐസൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് ഖത്തർ അമീറിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? നമുക്കറിയാം, ഖത്തർ മാറുന്നു അല്ലേ? മാത്രമല്ല, ഭാരതവുമായിട്ട് കൂടുതൽ നയതന്ത്ര തലത്തിൽ ഇടപെടാൻ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ആ ഒരൊറ്റ ആലിംഗനത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഊഷ്മള ബന്ധം എത്രത്തോളമാണ്, അതിൻ്റെ ആഴം എത്രത്തോളമാണ്. ഏതൊക്കെ വിഷയങ്ങൾ മുൻനിർത്തിയായിരിക്കും ഇന്നത്തെ ചർച്ച, കൂടിക്കാഴ്ച? ഐസൻ. അൽനമ്പയർ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ശക്തമായൊരു ബന്ധമാണ് ഈ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത് എന്നതും ആ രാജ്യത്തിന് എത്ര കണ്ട് പരിഗണന ഭാരതം നൽകുന്നു എന്നതിന് തെളിവുമായാണ് പ്രധാനമന്ത്രി ഇന്നലെ അദ്ദേഹം വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ വിമാനത്താവളത്തിൽ ചെന്ന് അദ്ദേഹത്തെ നേരിട്ടെത്തി സ്വീകരിച്ചത്. വിദേശകാര്യമന്ത്രിയോടൊപ്പം അദ്ദേഹം നേരിട്ടെത്തി ഖത്തർ ഷെയ്ഖിനെ സ്വീകരിക്കുകയായിരുന്നു, ഖത്തർ അമീറിനെ സ്വീകരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നൽകുന്ന കൃത്യമായൊരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ഈ രാജ്യം വളരെയധികം പ്രധാനപ്പെട്ട രാജ്യമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അതൊരു ഡിപ്ലോമാറ്റിക് സൂചനയാണ്. അതായത് നയതന്ത്ര തലത്തിൽ നേതാക്കൾ അനുവർത്തിച്ചു വരുന്ന ഒരു സൂചനയാണ് നേരിട്ടെത്തി സ്വീകരിക്കുക എന്നത്. പ്രധാനമന്ത്രി പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ അത്തരത്തിൽ രാഷ്ട്ര നേതാക്കൾ നേരിട്ടെത്തി സ്വീകരിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് അത്തരത്തിൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് ആ നടപടി. ഇന്നലെ അത്തരത്തിലൊരു സ്വീകരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഖത്തർ അമീറിന് ലഭിച്ചത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഏറ്റവും പ്രധാനമായ ബന്ധം വാണിജ്യ ബന്ധം തന്നെയാണ്. ഈ വാണിജ്യ ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ ബന്ധം എന്ന് പറയുന്നത് ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇടപാടാണ്. ഈ ഖത്തറും അതുപോലെ തന്നെ ഭാരതവും തമ്മിൽ നടക്കുന്ന വലിയൊരു ദ്രവീകൃത പ്രകൃതിവാതക വിപണിയുണ്ട്. ആ വിപണി ഏതാണ്ട് 20 വർഷത്തേക്ക് തുടർച്ചയായി വലിയ ഒരു ലോങ് ടേം കോൺട്രാക്ട് ആണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രകൃതിവാതകത്തിന്റെ വോളിയം അല്ലെങ്കിൽ അളവ് വർദ്ധിപ്പിക്കുക എന്ന നീക്കം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചയുടെ ഭാഗം. ഭാരതം വലിയൊരു ഊർജ്ജ മുന്നേറ്റം
നടത്താനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അനിവാര്യതകൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള പ്രകൃതി ദൂഷണം കുറഞ്ഞ ഇന്ധനങ്ങൾ വളരെയധികം ആവശ്യമാണ് എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 400 കോടി ഡോളറിന്റെ ഇടപാട്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ഭാരതീയർ ഭാരതത്തിലേക്ക് അയക്കുന്നത് ഒരു വർഷം 400 കോടിയിലേറെ ഡോളറിന്റെ മൂല്യമുള്ള തുകയാണ്. അത്തരത്തിൽ വലിയ തോതിൽ ഭാരതത്തിന്റെ വരുമാനം, അതായത് ഫോറിൻ ട്രാൻസാക്ഷൻ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുള്ള ഫോറിൻ ട്രാൻസാക്ഷനുള്ള കാലങ്ങളായുള്ള ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്നതിന്, മനുഷ്യനുമായുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്നതിന് നിരവധിയായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് നിരവധി കരാറുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് അല്പസമയത്തിനകം, അതായത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വരവേൽപ്പിന് ശേഷം ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടി എന്ന് പറയുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി ചേർന്നുള്ള ഒരു ബിസിനസ് ടു ബിസിനസ് മീറ്റാണ്. ആ മീറ്റിൽ ഭാരതത്തിലേക്ക് കൂടുതൽ വിദേശ നാണയം എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം FDI എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെയധികം വ്യവസായ സൗഹൃദമായ ഒരു രാജ്യമായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു. ഊർജ്ജ സംരക്ഷണത്തിന്റെ, ഊർജ്ജ ഉൽപാദനം, അതുപോലെ തന്നെ അടിസ്ഥാന ഘടകങ്ങളെല്ലാം തന്നെ വൻതോതിൽ വികസിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ഒരു വ്യാവസായിക മുന്നേറ്റം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഭാരതം മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഖത്തർ പോലുള്ള രാജ്യങ്ങളുടെ എല്ലാം തന്നെ പിന്തുണയും അതുപോലെ തന്നെ സഹകരണവും അവരുമായുള്ള ട്രേഡ് ബന്ധങ്ങളെല്ലാം തന്നെ അനിവാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഭാരതത്തിൽ കൂടുതൽ നടത്തുന്നതിനുള്ള സാധ്യത തുറക്കുന്നതിന് വേണ്ടി ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ ബിസിനസ് സമൂഹം ഊന്നൽ നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഖത്തറിൽ പിടിയിലായ നാവികരെ വിട്ടയക്കുന്നതിന് ഉടൻ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അവരെല്ലാം 8ഓളം നാവികർ, ശിക്ഷ അനുഭവിക്കപ്പെട്ട നാവികർ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയതെല്ലാം തന്നെ നേരത്തെ ഗൗതം, ഈ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ച ഒന്നാമത്തെ കാര്യം പങ്കാളിത്ത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും, അതിന് ഈ സന്ദർശനം ഉതകും എന്നാണ്. മറ്റൊരു കാര്യം, പ്രത്യേക സുഹൃത്തിനായുള്ള പ്രത്യേക സ്വീകരണം എന്ന് അദ്ദേഹം കുറിക്കുന്നു. അത് തന്നെ വലിയൊരു സന്ദേശമാണ്. എന്താണ് ഈ പ്രത്യേകത? കൃഷ്ണരാജെ, ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഒന്ന്, ഖത്തർ എന്നത് നിലവിൽ വളരെ തീവ്രമായ മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത്. അടുത്ത കാലത്ത് അവിടെ നടന്ന ഫിഫ ലോകകപ്പിലൊക്കെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ സാക്കിർ നായിക്കൊക്കെ പോലും അവിടെ എത്തുന്നു, അവരുടെ പ്രധാനപ്പെട്ട വേദികളിൽ കയറിയിരിക്കുന്നു. അന്നൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അതായത് നിലവിൽ മുൻപ് സൗദി അറേബ്യ, അതായത് വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയെ പറ്റി പൊതുവെ കേൾക്കുന്ന ഒരു രീതി, അതിതീവ്ര മുസ്ലിം നിലപാട് മുന്നോട്ട് വെക്കുന്ന രാജ്യം എന്നതാണ്. ഇന്ന് ആ ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അപ്പോൾ ആ ഖത്തറിനും ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ. ഒന്നൊരു മതേതര നിലപാട് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സ്വഭാവമുള്ള രാഷ്ട്രം, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രം. ഒപ്പം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ അതിശക്തമായ മുന്നേറ്റം എല്ലാ ലോകരാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തണമെന്ന ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് വിവിധ ഉച്ചകോടികളിൽ അദ്ദേഹം ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ ഖത്തറും മാറുകയാണ് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കുവാൻ. കാരണം ഭാരതത്തിലേക്ക് ഒരു പര്യടനം 2015 ശേഷമാണ് ഖത്തറിൻ്റെ അമീർ നടത്തുന്നത്. അതിനായി അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായി രാഷ്ട്രത്തലവന്മാർ വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും. അത് സ്വാഭാവികമായും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഭാരതത്തിലേക്ക് എത്തുമ്പോൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന സന്ദേശം നൽകുന്നു. ഒപ്പം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിൽ പ്രോട്ടോകോൾ മാറ്റിവെച്ചെത്തി ഹസ്തദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നു. ഇതൊക്കെ സ്വാഭാവികമായും ഖത്തറിൻ്റെയും ചില ശൈലികളിൽ മാറ്റം വരുന്നു. കുറച്ച് മതേതര നിലപാടിലേക്ക് ആ രാഷ്ട്രം നീങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഇന്ത്യ സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ദിവസം ഈ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം രാഷ്ട്രപതി ഭവനിലും അതിനുശേഷം പിന്നീട് ഹൈദരാബാദ് ഹൗസിലുമാണ് നയതന്ത്ര ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വാണിജ്യ വ്യവസായ രംഗത്ത് മുൻപ് തന്നെ ഭാരതവും ഖത്തറും തമ്മിൽ ഊഷ്മളമായൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അത് 10 മടങ്ങ് ശക്തമാക്കുവാനും കൂടുതൽ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നതുമൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. ഒപ്പം നമുക്കറിയാം, നിരവധി മലയാളികൾ ഉൾപ്പെടുന്ന ഭാരതീയർ ജോലി ചെയ്യുന്ന
ജോലിക്കായി അവിടെ എത്തി അവിടെ സ്ഥിരമായി നിൽക്കുന്ന നിരവധി ഇന്ത്യക്കാരുള്ള രാജ്യം കൂടിയാണ് ഖത്തർ. അത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അതും ചർച്ചയായേക്കാം. ഒപ്പം നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ നാവികരുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം ഭീകരതയുമായൊക്കെ ബന്ധപ്പെട്ട് ഉയരുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ ഈ 2 ദിവസത്തെ ഖത്തർ അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. കൃഷ്ണരാജ്. നന്ദി ഗൗതം, നന്ദി ഐസൻ, രണ്ടുപേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൃഷ്ണരാജ്, ഇതിൽ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുന്നത്, അതായത് നേരത്തെ ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ തീവ്ര ഇസ്ലാമികത പുലർത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ, അല്ലേ? സക്കീർ നായിക്കിനെ പോലുള്ള മത തീവ്രവാദികൾക്ക് പച്ചപ്പരവതാനി വിരിച്ചു കൊടുത്ത രാജ്യമാണ് ഖത്തർ. ആ ഖത്തർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം, അതായത് ഭീകരതയുടെ അടിവേരറുക്കണം, അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത് അല്ല, അത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും അത് പ്രശ്നമാണ്. മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദം അത് വ്യാപിക്കുകയാണ്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അമേരിക്കയും അതുപോലെ UK-യും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ. അതിന് ഒരു അറുതി വരുത്താൻ ഇവരുടെ ഇടയിൽ വളരെ സമൂലമായിട്ടുള്ള ചർച്ചകൾ അതിന് തുടക്കം കുറിക്കുമോ എന്നാണ് ഞാൻ വളരെ കൗതുകത്തോടെ. മാത്രമല്ല ഈ പങ്കാളിത്ത ബന്ധം എന്ന് പറയുമ്പോൾ ഏതൊരു വിഷയത്തിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നൊരു വലിയ സന്ദേശമാണ്. അതാണ് പറഞ്ഞത്, പ്രത്യേക സുഹൃത്തിനായുള്ള പ്രത്യേക സ്വീകരണം, പ്രത്യേക ക്ഷണം. സ്വാഭാവികമായും അത് വലിയ പ്രത്യേകതകൾ ഉള്ളത് തന്നെയാണ്. അത് ഗൗതം വിശദീകരിക്കുകയും ചെയ്തു.